ഇന്നലെ അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ലോകം. സംസ്കാര ശുശ്രൂഷകൾക്ക് കർദിനാൾ കെവിൻ ഫാരലും കോളേജ് ഓഫ് കാർഡിനൽസിന്റെ ഡീൻ ജിയോവന്നി ബാറ്റിസ്റ്റയും നേതൃത്വം നൽകും. റോമിലെ സെയിന്റ് മേരി മേജർ ബസലിക്കയിലായിരിക്കും ആഗോള കത്തോലിക്ക സഭയുടെ എക്കാലത്തെയും ജനകീയനായ പാപ്പയുടെ അന്ത്യവിശ്രമം. ശവകുടീരത്തിൽ പ്രത്യേക അലങ്കാരങ്ങളൊന്നും പാടില്ലെന്ന് മരണപത്രത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. പാപ്പയുടെ വിയോഗത്തിൽ ലോക നേതാക്കളെല്ലാം അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. ദുഃഖസൂചകമായി വൈറ്റ് ഹൌസിൽ പതാക താഴ്ത്തിക്കെട്ടി. വിവരങ്ങളുമായി അപർണ കുറുപ്പ് ചേർന്നു. അപർണ, എങ്ങനെയായിരുന്നു തന്റെ ജീവിതം, അതുപോലെ തന്നെ വേണം തന്റെ മരണവും മരണാനന്തര കാര്യങ്ങളുമെന്ന് കൃത്യമായി മരണപത്രത്തിൽ രേഖപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പകിട്ടുകൂടിയ സെന്റ് പീറ്റേഴ്സ് ബസലിക്ക വേണ്ട, പകരം സെന്റ് മേരി മേജർ ബസലിക്കയിൽ മതി അന്ത്യവിശ്രമം എന്നതുൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ വത്തിക്കാൻ പുറത്തുവിടുന്ന വിവരങ്ങൾ? ശ്രീജ, വത്തിക്കാനിൽ നിന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുള്ളത് സംസ്കാര ചടങ്ങുകൾക്കടക്കം നേതൃത്വം നൽകുന്ന കാർഡിനൽ കെവിൻ ഫാരലും കാർഡിനൽ പിയറോ പാരലൻ അടക്കമുള്ളവർ പാപ്പ താമസിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പാപ്പൽ അപ്പാർട്ട്മെന്റ് അത് അടച്ച് പൂട്ടിയിരിക്കുന്നു. അത് തന്നെ ഒരു പ്രത്യേക ചടങ്ങാണ്. സർട്ടിഫിക്കേഷൻ ഓഫ് ഡെത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ചടങ്ങാണ് അത്. കാസ സാന്റ മാർട്ടയിലാണ് ഈ സർട്ടിഫിക്കേഷൻ ഓഫ് ഡെത്ത് അടക്കമുള്ള ചടങ്ങുകൾ നടന്നിരിക്കുന്നത്. ഇനി ഇപ്പോൾ വത്തിക്കാനിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് പാപ്പയുടെ മരണപത്രവുമായി ബന്ധപ്പെട്ടുള്ള മരണകാരണം ഹൃദയ സ്തംഭനവും പക്ഷാഘാതവുമാണെന്ന് ഒരു 6 മണിക്കൂർ മുമ്പാണ് ആ മരണകാരണം വ്യക്തമാക്കിക്കൊണ്ട് വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ശ്രീജ പറഞ്ഞ പോലെ തന്നെ റോമിലെ സെയിന്റ് മേരി മേജർ ബസലിക്കയിലാകണം തന്റെ സംസ്കാര ചടങ്ങുകളെന്ന് മാർപ്പാപ്പ മരണപത്രത്തിൽ കുറിച്ചിരിക്കുന്നു. എല്ലാ മുൻ മാർപ്പാപ്പമാരിൽ മിക്കവരും അന്ത്യവിശ്രമം കൊള്ളുന്നത് വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയിലാണ്. പക്ഷേ അതേസമയം തനിക്ക് സെയിന്റ് മേരി മേജർ ബസലിക്കയിൽ വേണം, പ്രത്യേക അലങ്കാരങ്ങൾ പാടില്ല, വളരെ ലളിതമായിട്ട് വേണം ചടങ്ങുകളൊന്നും, ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതി എന്നുകൂടി പത്രത്തിൽ പറയുകയാണ്. അദ്ദേഹം എങ്ങനെയാണോ ജീവിച്ചത് അതനുസരിച്ചുള്ള ഒരു മടങ്ങിപ്പോക്ക് തന്നെയാണ് തനിക്ക് വേണ്ടത് എന്ന് നിഷ്കർഷിച്ചുകൊണ്ടുള്ള ഒരു മരണപത്രം കൂടിയാണ് വരുന്നത്. ഇന്നലെ തൊട്ടേ സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയിലേക്ക് 10,000-കണക്കിന് വിശ്വാസികൾ ഒഴുകിയെത്തുന്ന സാഹചര്യം. ഡൊണാൾഡ് ട്രംപ് അടക്കം, ബ്രസീലിന്റെ ലുല ഡിസിൽവയടക്കം പസഫിക് ഭൂഖണ്ഡത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ എല്ലാം ഭരണത്തലവന്മാർ, മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഭരണത്തലവന്മാർ, അങ്ങനെ ഒരിക്കലും ഒരു കത്തോലിക്ക സഭയുടെ ഒരു പരമാധികാരിയായിരുന്ന ഒരാൾക്ക്, അധ്യക്ഷനായിരുന്ന ഒരാൾക്ക് ഇതുവരെ ലഭിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ യാത്രയയപ്പ് വരുന്നത് ലോകരാഷ്ട്ര തലവന്മാർ പങ്കെടുക്കുന്ന ഒരു സംസ്കാര ചടങ്ങാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇതിൽ അമേരിക്കൻ ഭരണകൂടം അടക്കം ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ വ്യക്തമായ നിലപാടുകൾ പലതവണ പ്രകടമാക്കിക്കൊണ്ട് വിമർശിക്കുകയും ചെയ്തിട്ടുള്ള ഭരണകൂടങ്ങളാണ്. പക്ഷേ ആ ഭരണകൂടങ്ങൾ പോലും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ ആദരവ് അർപ്പിച്ചുകൊണ്ട് നേരിട്ട് ഭരണാധികാരികൾ പങ്കെടുത്തു. ട്രംപിനോട് തന്നെ നേരിട്ട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ലോകം കണ്ട ഏറ്റവും വലിയ കരുണാവാനായിരുന്ന മനുഷ്യനായിരുന്നു, വൈദികനായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എല്ലാ ഭരണാധികാരികളും വരുന്ന ഒരു ചടങ്ങായിട്ട് മാറും. എപ്പോൾ 4 തൊട്ട് 6 ദിവസം വരെയുണ്ട് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് എന്നാണ് അറിയുന്നത്. ഇനി അതിനുശേഷമാണ് നേരത്തെ പറഞ്ഞ പോലെ ആരായിരിക്കും ഇനി വത്തിക്കാനിൽ ഉണ്ടാവുക എന്നുള്ള അടുത്ത വത്തിക്കാനിലെ തീരുമാനം, ഏത് തരത്തിലാണ് നടപടിക്രമങ്ങൾ എങ്ങനെയാണ് എന്ന് തീരുമാനിക്കുക. ഇന്ത്യയും ആദരസൂചകമായിട്ട് 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ രാജ്യത്ത് സർക്കാർ മന്ദിരങ്ങളിലെ ദേശീയ പതാക താഴ്ത്തിക്കെട്ടിക്കൊണ്ട് തന്നെ ഈ ദുഃഖാചരണത്തിന്റെ ഭാഗമാകുകയാണ് പൂർണ്ണമായിട്ടും. കഴിഞ്ഞ G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർപ്പാപ്പയെ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നതാണ്. അത്യാഘാതമായ രീതിയിലുള്ള ദുഃഖമാണ് താൻ രേഖപ്പെടുത്തുന്നത് എന്ന് നരേന്ദ്രമോദി പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യ തൊട്ട് മിഡിൽ ഈസ്റ്റ് വരെ വ്യത്യസ്തമായിട്ടുള്ള മത ആചാരങ്ങൾ പുലർത്തുന്ന രാഷ്ട്രങ്ങളുടെ ഭരണത്തലവന്മാർ പോലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അത്യാഘാതമായ ദുഃഖം രേഖപ്പെടുത്തുക മാത്രമല്ല ഈ സംസ്കാര ചടങ്ങുകൾ പങ്കെടുത്തുകൊണ്ട് അതിൽ സാന്നിധ്യം ഉറപ്പാക്കുമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്.
വത്തിക്കാനിൽ നിന്ന് നമുക്ക് പുതിയ അപ്ഡേറ്റുകളിലേക്ക് നോക്കുമ്പോൾ വത്തിക്കാനിൽ നിന്ന് ഇനി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കെവിൻ ഫാരലാണ്, കാർഡിനൽ കെവിൻ ഫാരലാണ് സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഒരു 4 മണിക്കൂർ മുമ്പാണ് പോപ്പ് ഫ്രാൻസിസ് ജീവിച്ചിരുന്ന കാസ സാന്റാ മാർത്തയിലെ അപ്പാർട്ട്മെന്റ് ലോക്ക് ചെയ്യുന്ന ചടങ്ങ് നടന്നത്. കെവിൻ ഫാരൽ, പിയട്രോ പാരലിൻ, ആർച്ച് ബിഷപ്പ് എഡ്ഗാർ പേന പാറാസിൽ, അങ്ങനെ 3 വൈദികർ ചേർന്നുകൊണ്ട് ഈ അപ്പാർട്ട്മെന്റിന്റെ ഡോറുകൾ സീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഒരു ചടങ്ങ് കൂടിയാണ്. ഇത് 1 മണിക്കൂർ നീണ്ടു നിന്ന ചടങ്ങായിരുന്നു അത്. ഇനി ജനറൽ കോൺഗ്രിഗേഷൻ, ഈ കാർഡിനൽസിന്റെ ആദ്യത്തെ ജനറൽ കോൺഗ്രിഗേഷൻ ചൊവ്വാഴ്ച, വത്തിക്കാൻ സമയം ചൊവ്വാഴ്ച രാവിലെയാണ് നടത്തുക. എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങ് നടക്കുക എന്നുള്ളത് അപ്പോഴാണ് തീരുമാനിക്കുക. വത്തിക്കാനിൽ ചൊവ്വാഴ്ച രാവിലെ നടക്കുന്ന ഈ കോൺഗ്രിഗേഷനിൽ തീരുമാനിക്കും കൃത്യമായിട്ടുള്ള ഡേറ്റ് എപ്പോഴായിരിക്കും എന്നുള്ളത്. അതിൽ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ 4 തൊട്ട് 6 വരെ ദിവസം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അദ്ദേഹം ആരായിരിക്കും അടുത്ത മാർപ്പാപ്പ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. ശ്രീജ, ശരി. വെബ്സൈറ്റിൽ നിന്ന് സഭയുടെ പരമാധ്യക്ഷൻ എന്നുള്ള പാപ്പയുടെ ചിത്രവും വിവരങ്ങളും മാറ്റിക്കഴിഞ്ഞു. അതും താൽക്കാലികമായി ഇങ്ങനെ മാർപ്പാപ്പയുടെ മരണശേഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇന്ന് വത്തിക്കാനിൽ കർദിനാൾമാരുടെ യോഗം ചേരും. എന്നിട്ടായിരിക്കും സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. മരണത്തിന്